السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യുഅ്താ ബിഅൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലി നാരി യൗമൽ ഖിയാമ. നാളെ യൗമുൽ ഖിയാമയിൽ ദുനിയാവിൽ ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങൾ ആസ്വദിച്ചിട്ടുള്ള, എല്ലാവിധ സുഖസൗകര്യങ്ങളും ലഭിച്ചിട്ടുള്ള ഒരാളെ നാളെ കൊണ്ടുവരും. ഫയുസ്ബഗു ഫിന്നാരി സുബ്ഗതൻ. അയാളെ ഒരു നിമിഷത്തേക്ക് ഒന്ന് നരകത്തിലേക്ക് പ്രവേശിപ്പിച്ച് തിരിച്ച് പുറത്തേക്ക് എടുക്കും. വളരെ ചെറിയ നേരം നരകത്തിലേക്ക് ഒന്ന് പ്രവേശിപ്പിച്ച് പുറത്തേക്ക് എടുക്കും. ഒരു വെള്ളത്തിലോ മറ്റോ നമ്മൾ വിരലിലോ മുക്കിയെടുക്കുന്ന പോലെ അത്ര നേരം. സുമയക്കാൽ, എന്നിട്ട് ആ വ്യക്തിയോട് ചോദിക്കപ്പെടും, ഇബ്ന ആദം, മനുഷ്യ, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമുൻ ഖത്തു. ചോദിക്കും, നിനക്ക് ഇതുവരെ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് ഇതുവരെ എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ? ദുനിയാവിലെ എല്ലാ സൗകര്യവും ലഭിച്ചിട്ടുണ്ട്. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ഇണകളുണ്ട്, മക്കളുണ്ട്, എല്ലാ സൗകര്യവും ലഭിച്ച ആളാണ്. അപ്പൊ നരകത്തിൽ ഒന്ന് കയറി പുറത്തിറങ്ങിയിട്ട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും നന്മ ലഭിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ? ഫയഖൂൽ, അയാൾ മറുപടി പറയും, ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല റബ്ബേ, ഇല്ല, അല്ലാഹുവാണേ, എനിക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിഷേധിക്കുന്ന, അവനിൽ പങ്കു ചേർക്കുന്ന, അവനെ അനുസരിക്കാതെ ജീവിക്കുന്ന അടിമകൾക്ക്, ജിന്നു മനുഷ്യ വർഗങ്ങൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഭവനമാണ് നരകമെന്നുള്ളത്. അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ശിക്ഷയുമാണ് നരകമെന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി ആ സ്വർഗത്തെ, അള്ളാഹു ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഭവനമായിട്ടുള്ള സ്വർഗത്തെ ആഗ്രഹിക്കുന്നതിനോടൊപ്പം അവന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം, നരകശിക്ഷയെക്കുറിച്ചിട്ടുള്ള ഭയം നമുക്കുണ്ടായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദുനിയാവിൽ എല്ലാ അനുഗ്രഹം ലഭിച്ച ആളായിട്ട് പോലും ഒരു നിമിഷത്തെ നരകപ്രവേശനം കൊണ്ട് അയാൾ അതൊക്കെ മറന്നുപോവാണ്. ഒന്നും അല്ലാതായി പോവാണ്. ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും ഇച്ഛകളും എല്ലാം ലഭിച്ച ഒരാള് അതെല്ലാം നരകത്തിൽ ഒരു നിമിഷം കൊണ്ട് മറന്നുപോവാണ്. അപ്പൊ നരകത്തിൽ ശാശ്വതമാകുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അത് വളരെ ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ സലഫുകൾ വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് നരകശിക്ഷ എന്നുള്ളത്. നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ അവരുടെ ജീവിതത്തെ അള്ളാഹുവിനെ സൂക്ഷിക്കാനും കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള പ്രേരണയുമായിട്ട് മാറിയിട്ടുണ്ട്. സലഫുകളിൽപ്പെട്ട തവൂസ് ഇബ്നു ഖൈസാൻ, അദ്ദേഹം രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടപ്പറയിലെത്തി കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എന്തെങ്കിലും ധാന്യമണി ചൂടുള്ള ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെ ആ കിടക്കയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥമായിട്ട് കൊണ്ടിങ്ങനെ നിൽക്കും. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് രാത്രി നിന്ന് നിസ്കരിക്കാൻ തുടങ്ങും. എന്നിട്ട് അദ്ദേഹം പറയും, തയ്യറ ദിക്റു ജഹന്നം നൗമൽ ആബിദീൻ. നരകത്തെ കുറിച്ചിട്ടുള്ള ആ ഓർമ്മ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ഉറക്കത്തെ ഇല്ലാതാക്കി കളയുന്നു, അതിനെ അകറ്റുന്നു എന്ന് പറയും. ഒരിക്കൽ റബീഅ ഇബ്നു ഖൈസം അദ്ദേഹത്തിന്റെ മകൾ ഉപ്പയോട് ചോദിക്കുകയാണ്, യാ അബത്തി, റബീഅ ഇബ്നു ഖൈസമിനോട് ചോദിക്കുകയാണ്, യാ അബത്തി മാ ലക ലാ തനാമു വന്നാസു യനാമൂൻ. ഉപ്പ, നിങ്ങളെന്താണ് ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോഴും നിങ്ങളെന്തെങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്? രാത്രി ഇബാദത്തിലൊക്കെ മുഴുകുമ്പോൾ ചോദിക്കുക, നിങ്ങൾ എന്താണ് ഉറങ്ങാതിരിക്കുന്നത്?
فقال فدهم പറയും إن النار لا تدع أباك ينام നരകം നിന്റെ ഉപ്പാനെ ഉറങ്ങാൻ വിടുന്നില്ല മോളെ എന്ന് മകളോട് പറയാറുണ്ടായിരുന്നു. അതുപോലെ സലഫുകളിൽപ്പെട്ട ഇബ്നു മഹ്ദി അദ്ദേഹം പറഞ്ഞത് കാണാം, ما كان سفيان الثوري ينام إلا أول الليل ثم ينتفض فزعا مرعوبا. സുഫിയാൻ സൗരി റഹിമഹുല്ലാ അദ്ദേഹം രാത്രിയുടെ ആദ്യ സമയത്ത് മാത്രമേ ഉറങ്ങാറുള്ളൂ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഭയപ്പാടോടുകൂടി എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം പറയാറുണ്ട്, അന്നാർ അന്നാർ ശഗലനി ദിക്റുന്നാർ അനിൻ നൗമി വശഹവാത്ത്. അദ്ദേഹം പറയും, നരകത്തെ കുറിച്ചുള്ള ഓർമ്മ എന്നെ ഉറക്കത്തിൽ നിന്നും എന്റെ ഇച്ഛകളിൽ നിന്നും തടയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാറുണ്ടായിരുന്നു. അതുപോലെ സലഫുകളിൽപ്പെട്ട ഹറം ഇബ്നു ഹയ്യാൻ അദ്ദേഹം ചില ദിവസങ്ങളിൽ രാത്രിയിൽ പുറത്തിറങ്ങിയിട്ട് ആളുകളെ അറിയാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു പറയാറുണ്ട്, അജിബ്തു മിനൽ ജന്ന കൈഫ നാമ ത്വാലിബുഹാ വഅജിബ്തു മിനൻ നാർ കൈഫ നാമ ഹാരിബുഹാ. അദ്ദേഹം പറയും, എനിക്ക് അത്ഭുതം തോന്നുന്നു, സ്വർഗം തേടുന്ന ഒരാൾ എങ്ങനെയാണ് രാത്രിയിൽ കിടന്നുറങ്ങുക, അതുപോലെ നരകം ഭയപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് രാത്രിയിൽ അതിനുവേണ്ടി ഒരു പണിയും എടുക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു പണിയും എടുക്കാതെ എങ്ങനെയാണ് കിടന്നുറങ്ങുക എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നരകത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മ എന്നുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. നമ്മൾ എപ്പോഴാണ് നരകത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നമുക്കൊരു ഭയം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നരകശിക്ഷയെ കുറിച്ച് പേടിച്ച് കൂടുതൽ ഇബാദത്ത് ചെയ്യണം എന്നൊരു പ്രോത്സാഹനം തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നരകശിക്ഷയെ കുറിച്ച് ഭയപ്പെട്ടിട്ട് പാപങ്ങൾ ഒഴിവാക്കണം എന്ന് തോന്നിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. നരകം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ള, സൂര്യനെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനൊരു ഭവനത്തെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസത്തിൽ സ്വർഗത്തിനെയും സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളെയും അവിടെ ലഭിക്കുന്ന അനുഭൂതികളെയും എല്ലാം പറ്റി നമ്മൾ പറഞ്ഞു. ഈ ദർസിൽ ഇൻഷാ അല്ലാഹ് നരകത്തെയും നരകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശേഷണങ്ങൾ, നരകത്തിന്റെ ചില പ്രത്യേകതകൾ, അതിലുള്ള ചില ശിക്ഷകൾ എന്നീ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നത് ഓർമ്മിപ്പിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ചിന്ത ഉണ്ടാവുകയും അതുപോലെയുള്ള ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം നരകത്തിന് വ്യത്യസ്ത പേരുകൾ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. വ്യത്യസ്ത പേരുകളിൽ എന്തൊക്കെയാണ് ആ നരകത്തിന്റെ പേരുകൾ എന്നത് നമുക്ക് ആദ്യം പറയാം. ഒന്നാമത്തേത് അന്നാർ എന്നുള്ളത്. അന്നാർ എന്നുള്ളത് നരകത്തിന്റെ തീ എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിലെ 192 ആയത്തിൽ കാണാം, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. നീ നരകത്തിൽ പ്രവേശിപ്പിച്ചവൻ അവൻ നിന്ദ്യനാണ് എന്നറിയിക്കുന്നിടത്ത് അന്നാർ എന്നുള്ള പദം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പേര് ജഹന്നം എന്നതാണ്. എല്ലാം നരകം എന്നുള്ള അർത്ഥം തന്നെ. ജഹന്നം സൂറത്തുൽ ഹജ്റിലെ 43 ആയത്ത്, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. ജഹന്നമാണ് എല്ലാവരുടെയും ഒരുമിച്ച് കൂടാനുള്ള സ്ഥലം, അഥവാ കുറ്റവാളികളുടെ. അപ്പൊ ജഹന്നം എന്നുള്ള പേര്. മൂന്നാമത്തേത് ലവ എന്നുള്ളൊരു പേര്. ലവ സൂറത്തുൽ മആരിജിലെ 15 ആയത്തിൽ, കല്ലാ ഇന്നഹാ ലവ നസ്സാഅതൻ ലിശവാ. തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകാഗ്നിയാണ്. അതാണ് ലവ എന്ന് പറഞ്ഞാൽ. നസ്സാഅതൻ ലിശവ എന്ന് പറഞ്ഞാൽ തലയുടെ തലയോട്ടിയുടെ ആ തൊലി മുഴുവൻ ഉരിച്ചു കളയുന്ന അത്രയധികം കഠിനമായിട്ടുള്ളത്. മറ്റൊന്ന് സഖർ എന്നൊരു പേര് കാണാം. സൂറത്തുൽ മുദ്ദസിർ 26-28 ആയത്തുകളിൽ, സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ. എന്താണ് അവനെ പിന്നീട് സഖറിലിട്ട് എരിയിക്കുന്നതാണ്. എന്താണ് സഖർ എന്ന് നിനക്കറിയുമോ? ഒന്നും ബാക്കി വെക്കാത്ത, എല്ലാത്തിനെയും കരിച്ചു കളയുന്നതാണ്. മറ്റൊരു നാമം ഖുർആനിൽ വന്നിട്ടുള്ളത് അൽ ഹുതമ. അൽ ഹുതമ സൂറത്തുൽ ഹുമസയിലെ 4-6 വരെ ആയത്തുകളിൽ, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ. അവനെ ഹുതമയിലിട്ട് എറിയുന്നതാണ് എന്ന് കാണാം. ആ ഹുതമ നാറുല്ലാ,
അള്ളാഹുവിന്റെ തീ എന്ന് ചേർത്ത് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിട്ടുള്ള ഗൗരവത്തിലുള്ള പേരാണ്. ആറാമത്തേത് അൽ ജഹീം എന്ന പേര് കാണാം. സൂറത്ത് ശുഅറായിൽ 90-91 ആയത്തുകൾ വഉസ്രിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. സ്വർഗാവകാശികളിലേക്ക് തഖ്വയുള്ളവരിലേക്ക് സ്വർഗത്തിനെ അടുപ്പിക്കുന്നത് പോലെ നരകത്തെ തെമ്മാടികളായി ജീവിച്ച ആളുകൾക്ക് മുമ്പിൽ നരകം വെളിവാക്കപ്പെടും. മറ്റൊരു പേര് അസ്സഈർ, സഈർ എന്നുള്ള പേരിൽ കാണാം. സൂറത്ത് ശൂറയിലെ 7-ാമത്തെ ആയത്തിൽ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ എന്ന നരകത്തിന്റെ പേര് കാണാം. 8-ാമത്തേത് അൽ ഹാവിയ. സൂറത്തുൽ ഖാരിഅയിലെ 8 മുതൽ 11 വരെയുള്ള ആയത്തുകൾ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഫഉമ്മുഹു ഹാവിയ, അവന്റെ ഭവനം, അവന്റെ താമസസ്ഥലം ഹാവിയാണ്, നരകമാണ്. ഒരു ഹദീസിലും വന്നിട്ടുണ്ട് ഇദ്ഹബൂ ബിഹി ഇലാ അൽ ഹാവിയ, അവനെ കൊണ്ട് ഹാവിയയിലേക്ക് പോകൂ എന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നരകത്തിന്റെ പേരുകളായിട്ട് ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. ആ സന്ദർഭത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആയത്തുകളുടെ ഭാഗത്ത് ഒന്ന് പാരായണം ചെയ്ത് അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള ശിക്ഷയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നരകത്തിന്റെ വ്യാപ്തിയെ പറ്റി, അത് എത്രത്തോളം വലുതാണ് എന്നറിയിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ പറയാണ് ലാ തസാലു ജഹന്നം യുൽഖാ ഫീഹാ വതഖൂൽ. നാളെ പരലോകത്ത് നരകാവകാശികളെ നരകത്തിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നരകം വീണ്ടും വീണ്ടും ചോദിക്കും ഹൽ മിൻ മസീദ്, ഇനിയും കൂടുതലുണ്ടോ, ഇനിയും കൂടുതൽ ആളുകളുണ്ടോ, ഇനിയും സ്ഥലമുണ്ട്, ഇനി ആളുകളുണ്ടോ. ഹത്താ യദഉ റബ്ബുൽ ഇസ്സ ഫീഹാ ഖദമഹു. എത്ര ആളും ജിന്നും മനുഷ്യനെയും കൊണ്ട് നിറച്ചിട്ടും അതിൽ സ്ഥലമുണ്ടായിട്ട് അല്ലാഹു തആല അവിടുത്തെ അള്ളാഹുവിന്റെ കാല് നരകത്തിലേക്ക് വെക്കും. ഫയൻസവി ബഅ്ദുഹാ ഇലാ ബഅ്ദിൻ. അത് വെക്കുമ്പോൾ ആ നരകത്തിന്റെ രണ്ട് മറ്റേ ഭാഗങ്ങൾ കൂടിയിട്ട് ഇങ്ങനെ ചേർന്ന് വരും. ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഭാരമുള്ള ഒരു കാര്യം വെക്കുമ്പോൾ അത് ചുരുങ്ങുന്നത് പോലെ അത് രണ്ടും ചേർന്ന് വരും. ഫതഖൂൽ, അപ്പോൾ നരകം പറയും ഖത്തു ബിഇസ്സതിക വകറമിക, മതി മതി, നിന്റെ പ്രതാപം കൊണ്ട് മതി റബ്ബേ എന്ന് പറയും. അത്രത്തോളം വ്യാപ്തിയുള്ളതാണ് നരകം എന്നുള്ളത്. വളരെ വലുതാണ് നരകം. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അശ്ശംസു വൽ ഖമറു ഫൗറാനി മുകവ്വറാനി ഫിന്നാരി യൗമൽ ഖിയാമ. സൂര്യനും ചന്ദ്രനും ഒരുമിച്ചുകൊണ്ട് നരകത്തിൽ അല്ലാഹു തആല ഇടുന്നതാണ്. സൂര്യനും ചന്ദ്രനും നരകത്തിലാണ് ഉണ്ടാവുക. അത് ശിക്ഷയായിട്ടല്ല, അത് യഥാർത്ഥത്തിൽ ആ സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്ന ആളുകൾക്ക് നിന്ദ്യതയായിക്കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നരകത്തിൽ മലക്കുകൾ ഉണ്ടാവും. ആ മലക്കുകൾ നരകത്തിൽ ശിക്ഷ അനുഭവിക്കാനാണോ? അല്ല, ആ നരകാവകാശികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കാനും നരകത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ടാകും. അപ്പൊ അതുപോലെ ഈ സൂര്യനും ചന്ദ്രനും നരകത്തിലാണ് ഉണ്ടാവുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആരാധിച്ചിരുന്നവരെ നിന്ദിക്കാൻ വേണ്ടിയിട്ട്. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. നിങ്ങളും നിങ്ങൾ ആരാധിച്ചിരുന്നവരും നരകത്തിൽ ആയിരിക്കും എന്നുള്ള ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തിനെയാണോ ആരാധിച്ചിരുന്നത് ആ ആരാധ്യന്മാരുടെ രൂപത്തിൽ പിശാചുക്കൾ അവിടെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ സൂര്യനും ചന്ദ്രനും ആ നരകത്തിലുണ്ടാകും. അപ്പൊ അത്രത്തോളം വലുതാണ്. ഇപ്പൊ സൂര്യനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് ഭൂമിയുടെ വലുപ്പത്തിൽ തന്നെ എത്രയോ വലുതാണ് സൂര്യൻ. അപ്പൊ അതെല്ലാം നരകത്തിൽ ഉൾക്കൊള്ളുന്ന അവസ്ഥയിൽ നരകം അത്രത്തോളം വലുതായിരിക്കും. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി അതദ്രി മാ സിഅതു ജഹന്നം, നിങ്ങൾക്ക് നരകത്തിന്റെ വലുപ്പം എത്രയെന്ന് അറിയോ ചോദിച്ചു. മുജാഹിദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്, ശിഷ്യനാണ്. അപ്പോ അവര് മുജാഹിദ് റഹിമഹുല്ലാഹ് പറയാണ് ഖുൽതു ലാ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അജൽ വല്ലാഹി മാ തദ്രി, അല്ലാഹുവാണ് നിനക്കറിയില്ല. എന്നിട്ട് പറയാണ് ഹദ്ദസത്നി ആയിഷതു അന്നഹാ സഅലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖൗലിഹി. ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഈ ആയത്തിനെ സംബന്ധിച്ച്. സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്ത് വൽ അർളു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. ഭൂമിയും ആകാശമെല്ലാം അള്ളാഹുവിന്റെ കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കും എന്നുള്ള ഈ ആയത്ത് ഓതിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു
ഫഅൈന അന്നാസു യൗമഇദിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, അപ്പോൾ ജനങ്ങളൊക്കെ എവിടെയായിരിക്കും ആ സമയത്ത്? ജനങ്ങളൊക്കെ എവിടെയായിരിക്കും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ജിസ്രി ജഹന്നം, നരകത്തിന്റെ മുകളിലുള്ള പാലത്തിന്മേലായിരിക്കും ജനങ്ങളൊക്കെ ഉണ്ടാവുക എന്ന്. അപ്പൊ ആകാശഭൂമികളെല്ലാം ചുറ്റിപ്പിടിക്കുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യരെല്ലാം നരകത്തിന്റെ മുകളിലുള്ള പാലത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത്രത്തോളം വലുതാണ് നരകം എന്നുള്ളത്. ഈ നരകത്തിന്റെ ആഴം, താഴോട്ടുള്ള ആഴം എത്രത്തോളമാണെന്ന് അറിയിക്കുന്ന ഒരു ഹദീസാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾ ഇരിക്കുമ്പോൾ സഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹാദാ ഹജറുൻ റൂമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫൻ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് എറിയപ്പെട്ട ഒരു കല്ല്. ഫലഹു യഹ്വി ഫിന്നാരി അൽആന ഹീന ഇൻതഹ ഇലാ ഖഅരിഹാ, അതതിന്റെ താഴെ തട്ടിലേക്ക് ഇപ്പോൾ വന്ന് വീണ ശബ്ദമാണ് കേട്ടത് എന്ന് പറഞ്ഞു. അപ്പോ ഒരു കാര്യം അത്ര ഈ ഖരീഫ് എന്നുള്ള വാക്കിന് 70 വർഷം എന്നതിനപ്പുറത്തേക്ക് ഇൻഫിനിറ്റിയുടെ പദമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അറബിയിൽ പൊതുവെ 70 എണ്ണം പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ഇൻഫിനിറ്റി, അതായത് അവസാനമില്ലാത്തത് എന്നറിയിക്കാനാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയില്ല അറബിയിൽ. അപ്പൊ അത്രത്തോളം ആഴമാണ് നരകത്തിനുള്ളത്. ഈ നരകത്തിന്റെ തീയിന്റെ ചൂട്, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നിങ്ങളുടെ തീ എന്നുള്ളത് നരകത്തിന്റെ തീയിന്റെ 70ൽ 1 മാത്രമാണുള്ളത് എന്ന്. ഇവിടുത്തെ ഭൂമിയിലുള്ള തീയിന്റെ ചൂട് എന്നുള്ളത് നരകത്തിലെ തീയിന്റെ 70ൽ 1 മാത്രമാണ് ഉള്ളത്. അതിന്റെ 70 ഇരട്ടി, ബാക്കി 69 കൂടി ചേർന്നാൽ അത്ര ചൂടുള്ളതാണ് നരകത്തിലെ തീയ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊന്നും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചുണ്ടാക്കി എഴുതിയതോ അല്ലെങ്കിൽ ആരെങ്കിലും തോന്നൽ കൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വപ്നം കണ്ടോ കാര്യങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബ്, അവനെ ധിക്കരിച്ച് ജീവിക്കുന്ന, പാപങ്ങളിൽ മുഴുകുന്ന, ശിർക്ക് ചെയ്യുന്ന, കുഫർ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഭവനത്തിന്റെ വിശേഷണങ്ങളാണ്. ഇത് ഹക്കാണ്, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി നരകത്തിൽ വില്ലുകൾ, ഒരു തണല് പോലത്തെ കാര്യങ്ങളുണ്ട്. തണൽ ഉദ്ദേശിക്കുന്നത് മേൽപ്പൂര പോലെ ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അത് തീയിന്റേതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുർസലാത്തിൽ പറഞ്ഞു, انطلقوا الى ظل ذي 3 شعب لا ظليل ولا يغني من اللهب. അവിടെ 3 തട്ടുകളായിട്ട് നരകത്തിൽ ഉണ്ടാകും, മേൽപ്പുരയായിട്ട്. അത് തീയിന്റെ ആയിരിക്കും ഉണ്ടാവുക. സൂറത്തുൽ വാഖിയയിൽ വദില്ലിൻ മിൻ ഇഹ്മൂം ലാ ബാരിദിൻ വലാ കരീം, ചുട്ടുപൊള്ളുന്ന തീയിന്റെ തട്ടുകൾ മേലെയും താഴെയും ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ആയത്തുകളിലുമുണ്ട്. അതുപോലെ സൂറത്തുൽ വാഖിയയിൽ നരകത്തിൽ അടിക്കുന്ന കാറ്റിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, വസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, ആളുകൾ 2 വിഭാഗമായി തിരിഞ്ഞ് ഇടതുപക്ഷക്കാരായിട്ട് ആളുകൾ ഉണ്ടാകും, അഥവാ കുറ്റവാളികളായിട്ടുള്ളവർ. ഫീ സമൂമിൻ വഹമീം, അവരുടെ ചുറ്റും ചുട്ടുപൊള്ളുന്ന കാറ്റായിരിക്കും അവർക്കുണ്ടാവുക. നരകത്തിൽ കാറ്റുണ്ടാവും, പക്ഷെ അത് അങ്ങേയറ്റം ചുറ്റുപൊള്ളുന്ന, തൊലിയെ ഉരിച്ചു കളയുന്ന കാറ്റായിരിക്കും നരകത്തിൽ ഉണ്ടാവുക എന്ന് കാണാം. ഇനി നരകത്തിലെ ഇന്ധനം എന്താണ്? നരകത്തിൽ തീ കത്തിക്കുന്ന, ആ കത്തിക്കപ്പെടുന്ന ഇന്ധനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 24ാമത്തെ ആയത്തിൽ പറഞ്ഞു കാണാം, ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അവിടെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് ജനങ്ങളെയും ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അതുപോലെ കല്ലുകളെയുമാണ്. കല്ലാണ് അവിടുത്തെ ഇന്ധനമായി. മനുഷ്യനും ജിന്നും കഴിഞ്ഞാൽ പിന്നെ കല്ലുകളാണ് അവിടെ കത്തിക്കുക. ഹദീസിൽ കാണാം, ഹിജാറത്തും മിൻ കിബ്രീത് ഖലഖഹു അല്ലാഹു ഇൻദഹു കമാ ശാ, കിബ്രീത്തിൽ നിന്നുള്ള പ്രത്യേക തരത്തിലുള്ള കല്ലാണത്. അല്ലാഹു ഉദ്ദേശിക്കുന്ന പോലെ സൃഷ്ടിച്ചിട്ടുള്ള കല്ലുകളാണ് അവിടെ കത്തിക്കപ്പെടുക എന്ന്. അതുപോലെ നരകത്തിന്റെ തീജാലകൾ, തീനാളങ്ങൾ, അതിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുർസലാത്തിൽ പറഞ്ഞു, ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ,
വലിയ വലിയ കെട്ടിടങ്ങളെ പോലെ തീജ്വാലകൾ അതിൽ നിന്ന് തെറിച്ചു വീഴും. ഹദീസുകൾ വന്ന് കാണാം, ഒട്ടകങ്ങൾ, വലിയ ഒട്ടകങ്ങളെ പോലെ, നമ്മൾ ഈ തീജ്വാലകൾ ഉണ്ടാവും, ചെറിയ ചെറിയ തീജ്വാലകൾ, നരകത്തിൽ വലിയ വലിയ കെട്ടിടങ്ങളെ പോലെയും തീജ്വാലകളെ പോലെയും അവിടെ ആ തീജ്വാലകൾ അതിൽ നിന്ന് ഉയരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇനി നരകം ചില ശബ്ദം പുറപ്പെടുവിക്കും, ചില ശബ്ദങ്ങൾ ഉണ്ടാകും, നരകത്തിൻ്റെതായിട്ടും ഉണ്ടാകും, നരകത്തിൽ കത്തുന്ന ആളുകളുടേതും ഉണ്ടാകും. അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ പറയാണ്, ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ദൂരത്ത് നിന്ന് തന്നെ ആ നരകത്തെ കാണുകയാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് പ്രത്യേക ഗർജനവും ശബ്ദങ്ങളും എല്ലാം കേൾക്കുന്ന, ഇരമ്പൽ അതിൽ നിന്ന് കേൾക്കുന്ന, അഥവാ ആളിക്കത്തുന്ന ആ ശബ്ദം. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറഞ്ഞു, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. അതിലേക്ക് എറിയപ്പെടുമ്പോൾ വല്ലാത്തൊരു ഗർജനം ആ നരകത്തിൽ നിന്നുണ്ടാകും. നരകം എന്ന് പറഞ്ഞാൽ വെറും വേദന മാത്രമല്ല, വല്ലാത്ത ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ നരകത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന്. നരകത്തിന്റെ കാവൽക്കാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നരകത്തിന് കാവൽക്കാരായിട്ടുള്ളവർ അല്ലാഹു തആല പറഞ്ഞു, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ നരകത്തിൽ ചില മലക്കുകളുണ്ട്, കഠിന പരുപരുത്ത മലക്കുകളായിട്ടുള്ള അതിന്റെ കാവൽക്കാർ. അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കില്ല, എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടുള്ളത് അതുപോലെ അനുസരിക്കുന്ന മലക്കുകൾ നരകത്തിലുണ്ടാകും. ശിക്ഷിക്കാൻ വേണ്ടി ആ ശിക്ഷകളെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പരുപരുത്ത വളരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള മലക്കുകളെ അള്ളാഹു നരകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, നമ്മൾ ശരിക്ക് നരകത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മ നമുക്ക് മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തുന്നത്, പാപങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മുഴുകിപ്പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദുനിയാവിൽ തന്നെ നമ്മളൊരു ശിക്ഷ ആലോചിച്ച് നോക്കി. ചില സലഫുകൾ പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ടോയ്ലറ്റിൽ, ഒരു ഹമ്മാമിൽ എന്നെ പൂട്ടിയിടുന്നു പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാവും. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു ടോയ്ലറ്റിനകത്ത് ഒരു 10-20 ദിവസം പൂട്ടിയിടാന്ന് വിചാരിച്ചു നോക്കി, നമ്മൾ ഇത്ര പേടിക്കും. ചിലപ്പോൾ പറഞ്ഞ വാക്കാണ്, നിലവിൽ പറയും, അള്ളാഹ് നരകത്തിലിടുന്നു പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് സഹിക്കുക, ആ നരകത്തിനെ കുറിച്ച് ഞാൻ അതിന് എങ്ങനെ നരകത്തിലിടുമ്പോൾ എങ്ങനെയാണ് സഹിക്കുക. കാരണം ദുനിയാവിലെ ഇതുപോലെയുള്ള ചെറിയ ശിക്ഷകൾ പോലും നമുക്ക് സഹിക്കൂല. ഇപ്പൊ ആരെങ്കിലും നമ്മളെ തീയിൽ കൊണ്ടുപോയിടും, അല്ലെങ്കിൽ വല്ല ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ വെക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാവും. പക്ഷെ അല്ലാഹു തആല ഹഖായിട്ടുള്ള കാര്യമായി നരകത്തിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിൽ പറഞ്ഞു, ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ആ 7 കവാടങ്ങൾക്കും ഓരോ കവാടങ്ങൾക്കും അതിൻ്റെതായ ഓഹരിയിലുള്ള ആളുകളുണ്ട്. ഓരോ കവാടത്തിലും പ്രവേശിക്കാൻ അതിൻ്റെതായിട്ടുള്ള ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടാവും. ഓരോ കുറ്റത്തിനനുസരിച്ചായിരിക്കാം ഓരോ ആളുകളും നരകത്തിലേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നരകം എവിടെയാണുള്ളത്? എവിടെയാണ് നരകം സ്ഥിതി ചെയ്യുന്നത്? അത് ഫിസ്സമാ, ആകാശത്തിലാണ്. സ്വർഗവും അതുപോലെ നരകവും എല്ലാം ആകാശത്തിന് മുകളിലാണ്. കാരണം ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, ഫുതിഹത് ലനാ അബ്വാബുസ് സമാ വറഅയ്തുൽ ജന്ന വന്നാർ. സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയും അവിടെ ഞാൻ സ്വർഗത്തെയും നരകത്തെയും കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നരകം സ്ഥിതി ചെയ്യുന്നത് ആകാശത്തിന് മുകളിലാണ് എന്ന് ഈ ഹദീസിന്റെയും മറ്റു പല ഹദീസുകളുടെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാം. ഇനി നരകം വരുന്നത്, നരകത്തിനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്. പരലോകത്ത് വിചാരണ കഴിഞ്ഞ് ആളുകൾ നരകാവകാശികളായിട്ട് നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് നരകത്തെ കൊണ്ടുവരുന്നത് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ്. സഹീഹ് മുസ്ലിമിൽ കാണാം, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാമിൻ മഅ കുല്ലി സിമാമിൻ 70,000 മലികിൻ
യജുറൂനഹ, നരകത്തെ കൊണ്ടുവരാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 70,000 ചങ്ങലകൾ ആ നരകത്തിനുണ്ടാകും. ആ ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ വലിച്ചുകൊണ്ടാണ് നരകത്തെ കൊണ്ടുവരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് ഈ ആയത്തിൽ നോക്ക്, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അള്ളാഹു പറയാണ് നരകത്തെ നേരിട്ട് കാണുമ്പോ മനുഷ്യൻ അപ്പോൾ ഓർമ്മ വരും. ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതും അള്ളാഹുവിന്റെ വിരോധങ്ങൾ പ്രവർത്തിച്ചതിനും എല്ലാം അപ്പോൾ ഓർമ്മ വരും. എന്നിട്ട് അള്ളാഹു പറയാണ് വഅന്നാ ലഹു ദിക്റ, ഇത്ര കാലം ദുനിയാവിൽ വെച്ചിട്ട് ഓർക്കാതെ ഈ നരകം മുന്നിൽ കാണുമ്പോൾ ഓർത്തിട്ട് എന്ത് കാര്യം അവനുള്ളത്, അവൻ എന്ത് ഉപകാരം അതുകൊണ്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നരകം അത് പരസ്പരം രണ്ട് ഭാഗങ്ങളിൽ നിന്നായി അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അത് തന്നെ അതിനെ തിന്നു തീർക്കുന്ന അവസ്ഥയിൽ കത്തിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും, ആളുകൾ ഏത് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്ഖാഫിൽ പറയുകയാണ്, وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون ما كنتم تعملون. നബിയെ താങ്കൾ കാണുന്നതാണ്, എല്ലാ കൂട്ടരും മുട്ടുകുത്തിയവരായിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് കാണുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബിലേക്ക് അവർ ക്ഷണിക്കപ്പെടും. അവരെന്താണോ ചെയ്തത് അതിനുള്ള പ്രതിഫലം അവിടെ നൽകപ്പെടും. അതുപോലെ സൂറത്ത് മറിയമിൽ അല്ലാഹു പറയാണ്, ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാതീന ثم ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ. അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകളെയും പിശാചുക്കളെയും അല്ലാഹു ഒരുമിച്ച് കൊണ്ടുവന്ന് നരകത്തിന് ചുറ്റും മുട്ടുകുത്തിയവരായി കൊണ്ട് നിർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് അടിച്ചു പറയുകയാണ്. അല്ലാഹു ഇപ്പൊ ദുനിയാവിൽ തന്നെ ഒരു ശിക്ഷ നമുക്ക് ലഭിക്കും എന്ന് പറയുമ്പോ നമുക്കൊരു പേടിയുണ്ടാവും. ഇപ്പൊ നമ്മള് ഭൗതികമായിട്ട് ആലോചിച്ചു വെക്കുക, അത് നമ്മൾ ജീവിക്കുന്ന അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു തെറ്റ് ചെയ്ത് നമ്മളെ ആളുകൾ പിടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു പട്ടാളക്കാര് അല്ലെങ്കിൽ പോലീസ് അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി നമ്മെ ശിക്ഷിക്കാൻ കൊണ്ടുപോവാണ് എന്ന് അത് ഉറപ്പാകുന്ന അത് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം, അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന പേടിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ ഈ യാഥാർത്ഥ്യം സംഭവിക്കുക ചെയ്യും. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ അവസ്ഥയിലായിരിക്കും നിൽക്കുക. ഹദീസിൽ സഹീഹ് തിർമിദിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഇദാ കാന യൗമുൽ ഖിയാമ യൻസിലു ഇലൽ ഇബാദി ലിയഖ്ദിയ ബൈനഹും. യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി, തീരുമാനം കൽപ്പിക്കാൻ വേണ്ടി. വകുല്ലു ഉമ്മത്തിൻ ജാസിയ, എല്ലാ സമൂഹങ്ങളും മുട്ടുകുത്തിയ അവസ്ഥയിലാണ് ഉണ്ടാവുക. ഫഅവ്വലു മൻ യദ്ഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, അതിലൊന്നാമതായി അള്ളാഹു വിളിക്കുന്ന ആള്, വിചാരണ ചെയ്യുന്ന ആള് തൗഹീദ് ഉള്ളവരുടെ കൂട്ടത്തിൽ ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും, ഖുർആനിൽ അറിവുള്ള ആളുകളായിരിക്കും. വറജുലുൻ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയായിരിക്കും. വറജുലുൻ കസീറുൽ മാൽ, ധാരാളം സമ്പത്തുണ്ടായി സ്വതക്ക കൊടുത്ത ആളായിരിക്കും. പക്ഷെ അവരൊക്കെ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാകില്ല. ഖുർആൻ പഠിച്ചതോ യുദ്ധത്തിൽ പങ്കെടുത്തതോ ഷഹീദായി കൊല്ലപ്പെട്ടതോ സ്വതക്ക നൽകിയത് അള്ളാഹുവിന് വേണ്ടിയല്ല, മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് പറയാണ്, ഉലൈക സലാസ അവ്വലു ഖൽഖിൻ അല്ലാഹു തുസഅറു ബിഹി മിൻ നാർ യൗമൽ ഖിയാമ. അല്ലാഹു തആല അവ്വലു ഖൽഖില്ലാ തുസഅറു ബിഹി മിൻ നാർ യൗമൽ ഖിയാമ. നരകത്തിൽ കത്തിക്കപ്പെടുന്ന ആദ്യത്തെ അള്ളാഹുവിന് അടിമയിൽപ്പെട്ട ആളുകൾ ഇവരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഒരു നരകത്തില് മുമ്പിൽ നിൽക്കുന്ന ഈ പരലോകത്തെ അവസ്ഥയെ സംബന്ധിച്ച് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല ജഹന്ന യൗമൽ ഖിയാമ ലസഫ്റതൻ. നാളെ യൗമൽ ഖിയാമയിൽ നരകത്തിന് ഒരു ഗർജനമുണ്ട്, നരകത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. മാ മിൻ മലക്കിൻ മുഖറബിൻ വലാ നബിയ്യിൻ മുർസലിൻ ഇല്ലാ ഖറ ലിർകുബതൈഹി. അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യമുള്ള ഒരു മലക്കോ അള്ളാഹു അയച്ചിട്ടൊരു നബിയോ ഉണ്ടാകില്ല നാളെ പരലോകത്ത്. ആ സമയത്ത് ആ ഗർജനം കേൾക്കുമ്പോൾ മുട്ടിലായിക്കൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥയിലല്ലാതെ. ഹത്താ ഇന്ന ഇബ്രാഹീമ ഖലീലല്ലാഹി ലയഖൂൽ, അള്ളാഹുവിന്റെ ഖലീലായിട്ടുള്ള കൂട്ടുകാരനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ പറയും,
റബ്ബി നഫ്സി നഫ്സി, റബ്ബേ എന്റെ കാര്യം, എന്റെ സ്വന്തത്തിന്റെ കാര്യം. حتى لو كان لك عمل 70 نبيا الى عملك لظننت الا تنجو. നിനക്ക് നിന്റെ കർമ്മങ്ങളോടൊപ്പം 70 നബിമാരുടെ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നീ ആ സമയത്ത് വിചാരിച്ചു പോകും നീ രക്ഷപ്പെടൂല. നരകം മുന്നിൽ കാണുന്ന ആ സമയത്ത് നിന്റെ കർമ്മങ്ങളോടൊപ്പം 70 നബിമാർ ചെയ്ത കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് നീ എന്ത് വിചാരിക്കില്ല, നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കില്ല. അത്ര ഭയാനകമായിരിക്കും നരകത്തെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ബാലിമീങ്ങളെ, അക്രമികളെ, ചെമ്മാടികളായി ജീവിച്ചവരെ നരകത്തിലേക്ക് കൊണ്ടുപോവുക? നരകത്തിലേക്ക് ആനയിച്ചിങ്ങനെ കൊണ്ടുപോകണോ ചെയ്യുക? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അദ്ദഫ്ഉ ശദീദ്. അല്ലാഹു തആല സൂറത്തുൽ തൂറിൽ 13ാമത്തെ ആയത്തിൽ പറയാണ് യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. അവരെ ശക്തമായി തള്ളിയിടുന്ന അവസ്ഥയാണ് നരകത്തിലേക്ക് ഉണ്ടാവുക. ആ ഒരു അവസ്ഥയിലാണ് നരകത്തിലേക്ക് ഇടുക. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫയുഹ്ശറൂന ഇലാ ജഹന്നം കഅന്നഹാ സറാബുൻ യുഹത്തിമു ബഅദുഹാ ബഅളൻ ഫയതസാഖതൂന ഫിന്നാർ. അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നരകത്തിലേക്ക് ഇടുമ്പോൾ ഒരു മരീചിക പോലെ ദൂരെയായിട്ട് കാണുന്നത് പോലെ തോന്നും. മരീചിക എന്ന് പറഞ്ഞാൽ ദൂരെ കുറെ ഉണ്ട് തോന്നും. എടുത്തു പോകും തോറും അതിങ്ങനെ ചുരുങ്ങി വരുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ നരകം ഒരു ഭാഗം തിന്ന് അങ്ങനെ സ്വയം കത്തിയെരിയുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. എന്നിട്ട് അതിലേക്ക് അവർ പോയി വീഴുന്ന അവസ്ഥയിൽ കൊണ്ടുപോയിട്ടിടും. മറ്റൊന്ന്, നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് വലിച്ചഴിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് ഹദീസിൽ പറയുന്നു. വമല്ലം യദ്ഖുൽഹാ സഹിബ ഇലൈഹാ. ഹദീസിന്റെ പൂർണ്ണ എന്താ വെച്ച് കഴിഞ്ഞാല് വായിക്കാം. അർബഅത്തുൻ യഹ്തജൂന യൗമൽ ഖിയാമ. 4 കൂട്ടം ആളുകൾ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഹുജ്ജത്ത് സ്ഥാപിക്കും. അതായത് ശിക്ഷിക്കപ്പെടാൻ അവർക്ക് തെളിവുണ്ടാവും, അവരെ കാരണം പറയാനുണ്ടാവും. ഒന്ന്, റജുലുൻ അസം, ചെവി കേൾക്കാത്ത ആള്, ലാ യസ്മഉ ഷൈഅൻ, അയാളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ജന്മനാ ചെവി കേൾക്കാത്ത ഒരാൾ എന്തെങ്കിലും കേൾക്കോ? ഒരു റസൂല് പറയുന്നത് കേൾക്കോ? ഇല്ല. വറജുലുൻ അഹ്മഖ്, ഭ്രാന്തനായിട്ടുള്ള, വിഡ്ഢിയായിട്ടുള്ള, ബുദ്ധി വൈകല്യമുള്ള ഒരാൾ. വറജുലുൻ ഹരിമുൻ, പ്രായാധിക്യത്തിൽ എത്തിയിട്ടുള്ള ആൾ. അപ്പോഴാണ് അവരിലേക്ക് റസൂൽ വന്നത്, പക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിയൊക്കെ പോയിട്ടുള്ള ഒരാൾ. 4ാമത്തേത് വറജുലുൻ മാത ഫീ ഫത്രത്തിൻ, നബിമാരില്ലാത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നബിമാർ എത്തിപ്പെടാത്ത അവസ്ഥയിലുള്ള ആളുകൾ. ഈ 4 കൂട്ടര് നാളെ പരലോകത്തെ ഹുജ്ജത്തുണ്ട് അവർക്ക്. കാരണം എന്താണ്? അവർക്ക് സത്യം വന്നെത്തിയിട്ടില്ല, അവർക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഈ 1ാമത്തെ ആള് പറയും, ചെവി കേൾക്കാത്ത ആൾ അല്ലാഹുവിനോട് പറയും റബ്ബി ലഖദ് ജാഅൽ ഇസ്ലാം വമാ അസ്മഉ ഷൈഅൻ, ഇസ്ലാമിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ബുദ്ധിയില്ലാത്ത ആള് പറയും റബ്ബി ജാഅൽ ഇസ്ലാം വമാ അഖലു ഷൈഅൻ, എനിക്ക് ഇസ്ലാം വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. കുട്ടികൾ എന്റെ നേരെ ചാണകവും മറ്റൊക്കെ എറിഞ്ഞിട്ട് എന്നെ ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നില്ല. പ്രായാധിക്യത്തിൽ ദീനെത്തിയ ആള് പറയും റബ്ബി ലഖദ് ജാഅൽ ഇസ്ലാം വമാ അഖലു ഷൈഅൻ, എനിക്കും ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് ഇസ്ലാം വന്നത്, ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നബിമാരെത്താത്ത സമൂഹം അല്ലെങ്കിൽ ഈ ഹക്കെത്താത്ത ആളുകൾ അവർ പറയും റബ്ബിമാ അതാനി ലക റസൂൽ ഫയഖുദു മവാസിഖഹും ലിയുതീഅന്നഹു, എനിക്ക് ഒരു നബി വന്നിട്ടില്ല. റബ്ബിമാ അതാനി ലക റസൂൽ, എനിക്ക് ഒരു റസൂല് വന്നിട്ടില്ല എന്ന് നിലക്ക് പറയും. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവരെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഒരു കരാർ വാങ്ങും. എന്താണെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കും എന്നുള്ളൊരു കരാർ വാങ്ങും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഒരാളെ അയക്കും. എന്നിട്ട് പറയും നരകം കാണിച്ചു കൊടുത്ത് നരകത്തിലേക്ക് പ്രവേശിക്കാൻ പറയും. ഫമൻ ദഖലഹാ കാനത് അലൈഹി ബർദൻ വസലാമൻ. അള്ളാഹു എന്ത് കരാർ വാങ്ങിയിട്ടുണ്ട് അവരിൽ നിന്ന്? എന്ത് വന്നാലും അള്ളാഹിനെ അനുസരിക്കുന്ന കരാർ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടാണ് അള്ളാഹു അവരോട് എന്ത് പറയുന്നത്? നരകത്തിൽ കിടക്കാൻ പറയുന്നത്. അവിടെ ആ നരകത്തിൽ ഈ 4 കൂട്ടരിൽ ആരാണോ നരകത്തിൽ കിടക്കുന്നത് അവർക്ക് ആ നരകം തണുപ്പും സമാധാനമാകും. നരകത്തിൽ കിടക്കാത്ത ആളുകളെ സഹിബ ഇലൈഹ, നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകും. അതായത് അള്ളാഹിനെ അനുസരിച്ചില്ല, അവർക്കുള്ള അവിടുത്തെ പരീക്ഷണം അതാണ് അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ അവിടെ നരകത്തിൽ കിടന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്വർഗാവകാശികളാവും, അള്ളാഹിനെ അനുസരിക്കാത്ത ആളുകൾ നരകത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ വിഷയം നരകത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഈ ഹദീസിൽ കാണാം. ആയത്തുകൾ വേറെ വരുന്നുണ്ട്, ആയത്തുകളിലും അതുപോലെ വന്നിട്ടുണ്ട്. ഇനി നരകത്തിലെ ശിക്ഷകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ എല്ലാ കാര്യവും പറയുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നരകത്തിലെ ശിക്ഷകളുടെ അവസ്ഥ എന്താണ്?
നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആൾ മൻ ലഹു നഅലാൻ വശറാകാൻ മിൻ നാരിൻ യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലി അൽ മുറജ്ജൽ. രണ്ട് ചെരുപ്പുണ്ടാകും, രണ്ട് വള്ളികളായിട്ടുള്ള രണ്ട് ചെരുപ്പ് ഉണ്ടാവും. ആ ചെരുപ്പ് തീയിൻ്റെതായിരിക്കും. അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ. ആ ശിക്ഷ ആ തീയിന്റെ ചെരുപ്പ് കാരണത്താൽ തലയോട്ടിയുടെ ഉള്ളിലുള്ളത് വരെ, തലയുടെ ആ ഭാഗം വരെ തിളച്ചു മറിയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നിട്ട് പറയാണ്, വമാ യറാ അന്ന അഹദൻ അശദ്ദ മിൻഹു അദാബൻ വഇന്നഹു ലഹുവനുഹും അദാബൻ. നബി പറയാണ്, അവൻ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനാണ് നരകത്തിൽ ഏറ്റവും ശിക്ഷ അനുഭവിക്കുന്ന ആള് എന്ന്. സത്യത്തിൽ അവനായിരിക്കും ഏറ്റവും ചെറിയ ശിക്ഷ ഉണ്ടാവുക. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അതാണ്. ചെരുപ്പ്, തീയിനൊരു ചെരുപ്പാണ്. അത് ധരിച്ചു കഴിഞ്ഞാൽ തലയോട്ടി വരെ തിളച്ചു മറിയും. പക്ഷെ അത് അനുഭവിക്കുന്ന അവൻ വിചാരിക്കുക ഞാനാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവനാണ്. സത്യത്തിൽ അവനായിരിക്കും ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ എന്തായിരിക്കും നരകത്തിലെ അടിത്തട്ടിലെ ഏറ്റവും വലിയ ശിക്ഷകളുടെ അവസ്ഥ? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച് ഈ ദുനിയാവിലെ ഇച്ഛകൾ മാത്രം പൂർത്തീകരിച്ച് ഹറാമുകൾ ചെയ്ത് അങ്ങനെ കുഫറിലും ഷിർക്കിലും ഒക്കെ ആയിട്ടാണ് മരിച്ചു പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ജീവിതം കൊണ്ട് തീർന്നിട്ട് ആ നരകത്തിൽ ശാശ്വതമാവുകയാണ് എങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടോ? പിന്നെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? പിന്നെ ഒരു അവസരം മടങ്ങിപ്പോകാൻ പറ്റുമോ? പറയുന്നുണ്ട് അവസാന നരകാവകാശികൾ പറയുന്ന അവസാനത്തെ വാക്ക് പറ്റൂല, തിരിച്ചൊരു പോക്കുണ്ടാവൂല. നമുക്ക് എന്തായാലും ഇവിടെ ജനിച്ചു, എന്തായാലും മരിക്കും ചെയ്യും. നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അള്ളാഹിനനുസരിച്ച് ജീവിക്കുക. അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക. എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും എത്ര ആഗ്രഹം തോന്നുകയാണെങ്കിലും അത് ഒഴിവാക്കുക, പിടിച്ചു നിൽക്കുക, ക്ഷമിക്കുക. നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് അള്ളാഹു തആല വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം ഉണ്ടാവും. അതല്ല എങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇതുപോലൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇതുപോലൊരു അവസ്ഥ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. ഇനി നരകത്തിലെ ശിക്ഷകൾ അത് തന്നെ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും. അതിൽ ഈ പറഞ്ഞതുപോലെ ഞെരിയാണി വരെ തീയുള്ളവരുണ്ടാകും, കാൽമുട്ട് വരെ തീയുള്ളവരുണ്ടാകും, അരഭാഗം വരെ തീയിലായിരുന്നു, മുഴുവൻ തീയിലായി കിടക്കുന്നവരുണ്ടാകും. വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷകളും രീതികളും അവിടെ ഉണ്ടാകും. ഇനി നരകാവകാശികൾ അവരുടെ മുഖം ഏതൊരു കോലത്തിലായിരിക്കും? അവരുടെ മുഖം ഏതൊരവസ്ഥയിലായിരിക്കും? ഇരുട്ട് നിറഞ്ഞിട്ടുള്ള, ഇരുട്ട് മൂടിയിട്ടുള്ള, കറുത്തിരുണ്ടുപോയ അവസ്ഥയിലായിരിക്കും അവരുടെ മുഖമുണ്ടാവുക. സൂറത്ത് യൂനുസിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, വല്ലദീന കസബൂ അസ്സയ്യിആത് ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹാ വതർഹഖുഹും ദില്ല മാ ലഹും മിനല്ലാഹി മിൻ ആസിം കഅന്നമാ ഊശിയത് വുജൂഹുഹും ഖിത്അൻ മിനൽ ലൈലി മുദ്ലിമാ. തിന്മകൾ ചെയ്ത ആളുകൾ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും. അവർക്ക് നിന്ദ്യതയെ കൊണ്ട് അവർ മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും. അള്ളാഹുവിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ഒരാളുണ്ടാവില്ല. അവരുടെ മുഖം എന്ന് പറഞ്ഞാൽ കൂരാകുരുട്ടുള്ള രാത്രിയിൽ രാവ് മൂടിയതുപോലെ ആയിരിക്കും അവരുടെ മുഖം, കറുത്തിരണ്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഈ നരകാവകാശികളുടെ ശരീരത്തിന്റെ രൂപമോ? അവരുടെ ശരീരം വലുതായിരിക്കും. കാരണം ശിക്ഷ അത്ര അനുഭവം. സ്വർഗാവകാശികളുടെ ശരീരം വലുതായിരിക്കും. നമ്മൾ സ്വർഗത്തിനെ പറ്റി പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാം രൂപത്തിൽ 60 അടി ഉയരത്തിലൊക്കെ ഉണ്ടാവുക, വലിയ ശരീരം. കാരണം ആസ്വാദനങ്ങൾ ആസ്വദിക്കാൻ. നരകത്തിൽ അതുപോലെ വലിപ്പം വെക്കും, ശിക്ഷ കൂടുതൽ ആസ്വദിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സഹീഹ് ബുഖാരിയിൽ കാണാം, മാ ബൈന മൻകിബിൽ കാഫിർ മസീറത 3 അയ്യാം ലിറാകിബിൽ മുസ്റഅ. ഒരു കാഫിറിന്റെ 2 തോളുകൾ തമ്മിലുള്ള ദൂരം ഒരു 3 ദിവസം വളരെ വേഗത്തിൽ പിന്നെ ഒരു കുതിരയാത്രികൻ എത്ര പോകുന്നുവോ അത്ര വലിപ്പമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അഥവാ എത്ര വേഗത്തിൽ ഒരു കുതിരയാത്രികൻ നിർത്താതെ യാത്ര പോകാൻ വിചാരിക്കുക, അത്ര വലിപ്പത്തിലായിട്ടായിരിക്കും അവന്റെ ഒരു വലിപ്പം ഉണ്ടാവുക. അതുപോലെ ശരീരം മാത്രമല്ല, അവരുടെ തൊലികൾ വലിപ്പം വെക്കും. തൊലി പറഞ്ഞു കഴിഞ്ഞാൽ തൊലി കട്ടി കൂടുന്ന അവസ്ഥയുണ്ടാകും. കാരണം തൊലിയാണ് വേദന അനുഭവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നരകത്തിൽ വെന്തുരുകി വീണ്ടും തൊലി നൽകപ്പെടും. അല്ലാഹു തആല സൂറത്തുൽ നിസായിൽ പറയാണ്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്രീഹിം നാറൻ കുല്ലമാ നضجت ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. എപ്പോഴെല്ലാം അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ നരകത്തിൽ വെന്തുരുകുന്നുവോ, അവരെ തൊലി ഉരുകുന്നുവോ, വീണ്ടും തൊലി നൽകും. ആ നരകശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹീഹ് തിർമിദിയിലെ ഹദീസിൽ കാണാം, ഇന്ന ഗലൽ ജിൽദിൽ കാഫിർ 42 ദിറാഅൻ. കാഫിറിന്റെ തൊലിയുടെ കട്ടി എന്ന് പറഞ്ഞാൽ 42 ദിറാ, 42 ചാണോളം കട്ടി വർദ്ധിക്കും. അത്രത്തോളം കട്ടി ഉണ്ടാവും നരകത്തിൽ തൊലി, അഥവാ വെന്തുരുകി അനുഭവിച്ച് വെന്തുരുകാനുള്ള തൊലിയുടെ ഉണ്ടാവും. അതുപോലെ തന്നെ അവന്റെ ഈ അണപ്പല്ലുകൾ ഉഹുദ് മലയോളം വലുപ്പമുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അവന്റെ ഇരിക്കാനുള്ള ഇരിപ്പിടം എന്നുള്ളത്, അല്ലെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലം എന്നുള്ളത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അത്ര വലുപ്പത്തിലായിരിക്കും. അഥവാ ആ ശിക്ഷ അനുഭവിക്കുന്നതിന്റെ വലുപ്പം പറയാം. അത്രയും ഭീകരമായിട്ടുള്ള രൂപവും ഭീകരമായിട്ടുള്ള ശിക്ഷകളുമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി നരകത്തിലെ വസ്ത്രം, അതിനെപ്പറ്റിയും വന്നിട്ടുണ്ട്. എന്തായിരിക്കും നരകത്തിൽ ഉണ്ടാകുന്ന വസ്ത്രം? സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയാണ്, ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ. നരകത്തിന്റെ തീ കൊണ്ടുള്ള വസ്ത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക. സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞു, സറാബീലുഹും മിൻ ഖത്റാൻ. ടാറ് കൊണ്ടുള്ള, ഈ റോഡൊക്കെ ഇതാകുമ്പോൾ ചുട്ട് കളിപ്പിക്കുന്ന ടാറ് ഉരുകി ഉണ്ടാവല്ലോ, അതുപോലെ ആയിരിക്കും വസ്ത്രം ഉണ്ടാവുക. വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്, മരണശേഷം ഓടിയിട്ട് കരയുന്ന ആളുകളെ സംബന്ധിച്ച് വന്നെടുത്ത് കാണാം, അവര് തൗബ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്നത് ഈ ടാറ് കൊണ്ടുള്ള പോലത്തെയുള്ള വസ്ത്രവും അത് ചൊറി ഉണ്ടാക്കും. അത് ധരിച്ചു കഴിഞ്ഞാൽ മേലാകെ ചൊറി പിടിക്കുന്ന അവസ്ഥയിലുള്ള വസ്ത്രമായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് വസ്ത്രത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇനി അവിടുത്തെ ഭക്ഷണവും പാനീയങ്ങളും എന്താണ്? നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ നമ്മൾ സ്വർഗത്തെ പറ്റി പറഞ്ഞതുപോലെ നരകം എന്ന് പറഞ്ഞ ഒരു കുഴി കുത്തിയിട്ട് കുറെ വിറകിട്ട് കത്തിച്ച സ്ഥലമൊന്നുമല്ല. അവിടെ ഒരു ജീവിതമാണ്. അവിടെ ഈ വേദന അത് മാത്രമല്ല, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പേടി, ടെൻഷൻ, ദുഃഖം, കരച്ചില്, അതുപോലെ വിശപ്പ്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. പക്ഷെ എങ്ങനെയുള്ളതായിരിക്കും? അല്ലാഹു തആല ഖുർആനിൽ തന്നെ ചില ഭക്ഷണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് പറഞ്ഞത് സഖൂം എന്ന ഭക്ഷണമാണ്. സഖൂം, അത് അതിനെപ്പറ്റി സൂറത്തുൽ ദുഖാനിൽ അല്ലാഹു പറയാണ്, ഇന്ന ഷജറത സഖൂം തആമുൽ അസീം. നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വന്നിട്ടുള്ള വൃക്ഷമാണ് സഖൂമിന്റെ വൃക്ഷം. പാപികൾക്കുള്ള ഭക്ഷണമാണ്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. ചുട്ടു തിളക്കുന്ന വെള്ളം തിളച്ചു മറിയുന്നത് പോലെ അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കിടന്ന് തിളച്ചു മറിയുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഭക്ഷണമാണത് എന്ന് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നുള്ള ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് അദ്ദേഹം പറയാറുണ്ട്, സഖൂമിന്റെ ആ ഭക്ഷണത്തിൽ നിന്ന്, ആ കായിൽ നിന്ന് ഒരു ചെറിയ പൊട്ടെങ്ങാനും ഭൂമിയിലേക്ക് വന്ന് വീണിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്നൊരു ചെറിയ ഭാഗമെങ്ങാനും ഭൂമിയിൽ വന്ന് വീണാൽ ഭൂമിയിലുള്ള ആളുകളുടെ എല്ലാ ഭക്ഷണവും എന്തായിരിക്കും? ഫസാദായി പോകും. അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുന്ന അത്രയും വലിയ ഗൗരവമുള്ള കാര്യമായിരിക്കും അത് എന്ന്. അത്രയും മോശപ്പെട്ടായിരിക്കും. മറ്റൊന്ന് വന്നിട്ടുള്ളത് ഖുർആനിൽ അബ്ബരീഅ് എന്നുള്ള ഭക്ഷണമാണ്. സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു പറഞ്ഞു, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ബരീഅ്. ബരീഇൽ നിന്നല്ലാതെ അവിടെ ഭക്ഷണമില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. അത് കഴിച്ചാൽ വിശപ്പ് മാറൂല്ല, അതുകൊണ്ട് വല്ല പോഷകം ലഭിക്കൂല. എന്താണ് ബരീഅ് എന്ന് പറഞ്ഞാൽ? മുള്ളുകൾ നിറഞ്ഞിട്ടുള്ള, വരണ്ടു പോയിട്ടുള്ള, ഉണങ്ങിപ്പോയിട്ടുള്ള മുള്ളുകൾ നിറഞ്ഞിട്ടുള്ള ഒരു തരം കായാണ് ബരീഅ് എന്ന് പറയുന്നത്. അതാണ് അവിടെ വിശക്കുമ്പോൾ ഭക്ഷിക്കാൻ കിട്ടുക. വിശക്കുമ്പോൾ ഭക്ഷിക്കാൻ കിട്ടുന്നത് അതായിരിക്കും. അതുപോലെ നരകത്തിലെ പാനീയങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒന്നാണ് ഗസ്ലീൻ. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറഞ്ഞു, ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ. ഗസ്ലീൻ അല്ലാതെ അവർക്ക് ലഭിക്കില്ല. ഗസ്ലീൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയും കഴുകിയിട്ട് കിട്ടുന്നതിനാണ് ഗസ്ലീൻ എന്ന് പറയുക. കഴുകിയതിന്റെ ബാക്കി. ഇവിടെ ഉദ്ദേശിക്കുന്നത് നരകാവകാശികളായ ആളുകളുടെ തന്നെ അവരുടെ മുറിവ്, അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവും പൊള്ളലും അതുപോലുള്ള കാര്യങ്ങൾ കഴുകി, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളൊക്കെ കഴുകിയിട്ടുള്ള, പിന്താരവും എല്ലാം കഴുകിയിട്ടുള്ള ആ രീതിയിലുള്ള അതിൽ നിന്നുണ്ടാകുന്നതിനാണ് ഗസ്ലീൻ എന്ന് പറയുക. ഇതാണ് പരസ്പരം കുടിക്കാനുണ്ടാവുക. അതുപോലെ മറ്റൊന്നാണ് ഹമീം എന്ന് പറയുന്നത്. വസുഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഅഹും. സൂറത്ത് മുഹമ്മദിൽ പറയാം, ഹമീം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൂടുള്ളത് എന്നർത്ഥം. ഏറ്റവും ചൂടുള്ളത്. അത് കുടിക്കാൻ അവർക്ക് കൊടുക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറെല്ലാം, ആ
കുടിച്ചത് കാരണത്താൽ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഹമീമിനെ പറ്റി പറയുന്നിടത്ത് തന്നെ കൽമുഹ്ലി, അവർ വെള്ളത്തിനെ ചോദിക്കുമ്പോൾ കൊടുക്കുന്നതാണ്. കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിഅസ ശറാബ് വസഅത് മുർതഫഖ. മുഹ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച എണ്ണ തിളച്ചിട്ട് അത് തിളച്ച് കറുത്തു പോയിട്ട് ആ തിളച്ച പോലത്തെ കൊടുക്കും അവർ വെള്ളം ചോദിക്കുമ്പോൾ. അതവരുടെ കുടിക്കാൻ വേണ്ടി മുഖത്തിന്റെ അടുത്ത് വെക്കുമ്പോൾ തന്നെ മുഖത്തിന്റെ തൊലി അതിലുരുകി വീഴും. അത്ര ആ അവസ്ഥയിലായിരിക്കും കുടിക്കാനുണ്ടാവുക. മറ്റൊന്ന് ഗസ്സാഖ്. സൂറത്തു സ്വാദിൽ അല്ലാഹു പറഞ്ഞു ഹാദാ ഫൽയദൂഖൂഹു ഹമീമുൻ വഗസ്സാഖ് വആഖറു മിൻ ശക്ലിഹി അസ്വാജ്. ഗസ്സാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നരകത്തിലെ ആളുകളുടെ തൊലിയെല്ലാം ഉരുകി വന്നിട്ടുള്ള പാനീയമാണ് ഗസ്സാഖ് എന്നുള്ളത്. എന്നിട്ട് പറയാണ് അല്ലാഹു വആഖറു മിൻ ശക്ലിഹി അസ്വാജ്. ഇതുപോലെ വേറെ പല കാര്യങ്ങളും അവിടെയുണ്ട്. ഇതാണ് നരകത്തിലെ ഭക്ഷണവും പാനീയങ്ങളും ഉണ്ടാവുക. ഇനി നരകത്തിലെ ചങ്ങലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്ലാലുകൾ ഉണ്ടാകും. അത് കഴുത്തിന് ഇടുന്ന ചങ്ങലകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആ ചങ്ങലകളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ധാരാളം ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറത്ത് ഗാഫിറിൽ കാണാം ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം വസ്സലാസിൽ യുസ്ഹബൂൻ. അവരുടെ കഴുത്തിലൊക്കെ കയ്യും കഴുത്തൊക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ മൊത്തം ചങ്ങലയിലിട്ടുകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് കാണാം. അൽ അഗ്ലാലു ഫീ അഅനാഖ് എന്നുള്ളത് ധാരാളം ആയത്തുകൾ വേറെയും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇനി നരകശിക്ഷയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ദുനിയാവില് നമുക്ക് നേരെ എന്തെങ്കിലും ഒരു ഉപദ്രവം മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് തടയുക? കൈകൊണ്ടും കാലുകൊണ്ടും കൈകൊണ്ടൊക്കെയാണ് നമ്മൾ തടയാൻ ശ്രമിക്കുക. പക്ഷെ നരകത്തിന്റെ തീയെ നരകാവകാശികൾ തടയുക എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിക്ഷ തടയുക എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മുഖം കൊണ്ടായിരിക്കും. മുഖം കൊണ്ടേ തടയാൻ പറ്റുള്ളൂ. സൂറത്തുൽ സുമറിൽ അല്ലാഹു പറയാണ് അഫമൻ യത്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബ് യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് മുഖം കൊണ്ട് അവരുടെ ശിക്ഷ നേരിടുന്ന ആളുകളാണോ അതല്ല നല്ല ആളുകളാണോ ഉത്തമർ എന്നുള്ള രീതിയിൽ ചോദിക്കുക. അപ്പൊ മുഖം കൊണ്ടാണ് അവരവരുടെ ശിക്ഷ എന്തെങ്കിലും വരുമ്പോ, നമ്മളിപ്പോ മുഖത്തേക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും എറിയുകയാണെങ്കിൽ നമ്മൾ എന്തോടെ കൈകൊണ്ട് തടയും. പക്ഷെ അവിടെ കൈകൊണ്ടും കാലോടൊന്നും പറ്റൂല. മുഖം കൊണ്ടാണ് ശിക്ഷകൾ തടയുന്ന അവസ്ഥയുണ്ടാവുക. ഇനി നരകത്തിലെ വിരിപ്പും കിടക്കയൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ്? കിടക്കയും പുതുപ്പൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ്? അല്ലാഹു തആല സൂറത്തുൽ അറാഫിൽ പറയാണ് ലഹും മിൻ ജഹന്നമ മിഹാദുൻ. അവർക്ക് നരകത്തിൽ തീ കൊണ്ടുള്ള കിടക്കകളുണ്ട്. വമിൻ ഫൗഖിഹിം ഗവാശിൻ വകദാലിക നജ്സു സാലിമീൻ. അതിനു മുകളിൽ ആ തീ കൊണ്ട് തന്നെയുള്ള പുതപ്പുകളും അവർക്കുണ്ടായിരിക്കും. അവർക്ക് ഒരു തരത്തിലും അവർക്ക് സഹിക്കാൻ സാധിക്കാത്ത അത്രയധികം പോന്ന ശിക്ഷകളാകും അവരെ ഉണ്ടാവുക. പിന്നെ അവരെ നരകത്തിൽ വലിച്ചഴിക്കുമെന്നുള്ളത്, ആ നരകത്തിൽ വലിച്ചഴിക്കുന്നതിൽ മറ്റൊരു രീതിയാണ് മുഖം കുത്തിയിട്ടാണ് വലിച്ചഴിക്കുക. നരകത്തിലെ ആളുകൾ നടക്കുന്ന എങ്ങനെ? മുഖം കുത്തിയിട്ടാണ്. നരകത്തിൽ അവിടെ കാലുകൊണ്ടല്ല നടക്കുക, മുഖം കുത്തിയിട്ടാണ് നടക്കുക. സഹാബികൾ ചിലർ പറഞ്ഞു കാണാം അതെങ്ങനെ മുഖം കുത്തി നടക്കുക. ഒരു മറുപടി പറഞ്ഞ വാക്കാണ് കാലുകൊണ്ട് ആരാണോ അവിടെ നടത്തിയത് അവൻ തന്നെ നാളെ മുഖം കൊണ്ടും നടത്തിക്കോളൂന്ന്. മുഖം കുത്തിയിട്ടാണ് നടക്കുക. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. നരകത്തിലേക്ക് മുഖം കുത്തി വീഴുമ്പോൾ അവർ പറയും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ. യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്തഖർ. സൂറത്തുൽ ഖമറിൽ പറയാണ് മുഖം കുത്തി ആ നരകത്തിലൂടെ വലിച്ചഴിക്കപ്പെടുമ്പോ അവരോട് പറയും നിങ്ങൾ ആസ്വദിച്ചോളി ഈ നരകത്തിലെ ശിക്ഷ എന്ന് പറയും. ഈ നരകത്തിൽ തടങ്കലുകളുണ്ട്. അതായത് നരകത്തിൽ ഇത്ര വലുപ്പമുണ്ടെങ്കിലും ചില തടവറ പോലെയുള്ള ശിക്ഷകളുണ്ട്. അതെന്താണ്? ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങൾ ഉണ്ടാകും. സൂറത്തുൽ ഫുർഖാനിൽ പറയുകയാണ് വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ضيقا മുഖർറനീന ദഅൗ ഹുനാലിക സുബൂറ. ചില ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ വിളിച്ച് നിലവിളി കൂട്ടുന്ന അവസ്ഥയുണ്ടാകും. ഹദീസുകൾ വന്നിട്ടുണ്ട് ഫയഖഉ ഫീ ഹുഫ്റത്തിൻ മിന്നാർ. ഒരു മുസ്ലിം തന്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടരുത്. ആയുധം ചൂണ്ടുന്ന സമയത്ത് പിശാച് എന്തെങ്കിലും തരത്തിൽ പ്രേരണ നൽകി എന്തെങ്കിലും അപകടം വരുത്തി വെച്ച് കഴിഞ്ഞാൽ ഫയഖഅ ഫീ ഹുഫ്റത്തിൻ മിന്നാർ,
നരകത്തിലെ ഇടുങ്ങിയ ഹുഫറത്ത് പറഞ്ഞ ഇടുങ്ങിയ സ്ഥലം അതിലേക്ക് ചെന്ന് വീഴുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ നരകത്തിൽ തടവറയായിട്ടുള്ള ചെറിയൊരു പ്രദേശമാണ്, ഒരു അവസ്ഥയാണ് ബൂലസ് എന്ന് പറയുന്നത്. ബൂലസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലുദ് ദുർരി ഫീ സൂറത്തിദ് ദിജാൽ. അഹങ്കാരികളായിട്ടുള്ള ആളുകളെ നാളെ പരലോകത്ത് അണുമണികളുടെ അത്ര വലുപ്പത്തിൽ എന്നാൽ മനുഷ്യരുടെ കോലത്തിലായിക്കൊണ്ട് ആളുകളായി കൂട്ടും. യഗ്ശാഹും ദുൽ മിൻ കുല്ലി മകാൻ, അവർക്ക് നിന്ദയായിരിക്കും എല്ലാ ഭാഗത്തുനിന്നും. യുസാഖൂന ഇലാ സിജ്നിൻ മിൻ ജഹന്നം യുസമ്മ ബൂലസ്, അവർക്ക് നരകത്തിലുള്ള ഒരു തടവറയിലേക്ക് അവരെ ഇടും. അതിന്റെ പേരാണ് ഈ ബൂലസ് എന്ന് പറയുന്നത്. ബൂലസ് എന്നൊക്കെ വായിക്കാം. ആ പ്രദേശത്തേക്ക് ഇടും. തഅലൂഹും നാറുൽ അനീർ, എന്നിട്ട് അവരുടെ മേലെ നരകത്തിന് തീയിന്റെ ശിക്ഷകൾ ഉണ്ടാകും. വയസ്കൂന മിൻ അസാറത്തി അഹ്ലിൻ നാർ സീനത്തുൽ ഖബാൽ, അവർ ആ നരകാവകാശികളുടെ ഇതുപോലെ രക്തവും ചലവും ഒക്കെ ആയിട്ടുള്ള അതിൽ നിന്ന് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നതാണ്, അതിൽ നിന്ന് അവരെ കുടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ നരകത്തിൽ തന്നെ ഇടുങ്ങിയ തടവറകൾ ഉണ്ടാവും. നമ്മൾ ആലോചിക്കുക, നമുക്കൊരു കുറഞ്ഞ നേരം തന്നെ ഏതെങ്കിലും ഇടുങ്ങിയ സ്ഥലത്ത് കിടന്നാൽ തന്നെ നമുക്ക് ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ പറ്റാത്തൊരു അവസ്ഥയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അസ്വസ്ഥത ഉണ്ടാവും. നരകത്തിനകത്ത് അങ്ങനെയുള്ള തടവറകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചേ കാണാം. പിന്നെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചുകൊണ്ടേയിരിക്കും നരകാവകാശികൾ. ഇപ്പൊ നമുക്കൊരു കൂട്ടുകാരൻ, അങ്ങനത്തെ കൂട്ടുകാരന്മാരുണ്ടാവാതിരിക്കട്ടെ, ഹറാമിലേക്ക് നയിക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പഠിപ്പിക്കുന്ന, ഷിർക്കും കുഫറും ഇൽഹാദും നിരീശ്വരവാദവും ഷിർക്കും അള്ളാഹുവിന്റെ നിഷേധവും ഹറാമുകൾ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും അതിലേക്കൊക്കെ പ്രേരിപ്പിക്കുന്ന നയിക്കുന്ന കൂട്ടുകാരെ വിചാരിക്കാം. അങ്ങനെയുള്ള കൂട്ടുകാരൊപ്പം കൂടിയിട്ട് ഒരാളിങ്ങനെ പോയിട്ട് പഴച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ദുനിയാവിലൊക്കെ എന്തായിരിക്കും, എന്റെ നല്ല കൂട്ടുകാരനാണ്, എന്റെ നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളായിരിക്കും. നരകത്തിൽ ഇവർ നിന്നിട്ട് ഈ ഷിർക്കിലും കുഫറിലും നിരീശ്വരവാദത്തിലും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ട് മരിച്ച് നരകത്തിൽ കടന്നു കഴിയുമ്പോ അവർ പരസ്പരം നല്ല ഉറ്റമിത്രങ്ങളായിരിക്കും ദുനിയാവില്. പക്ഷെ പരസ്പരം എന്തും കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. നരകത്തിൽ എന്താ പറയാന്നറിയോ? അല്ലാഹു തആല പറയാണ്, കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹാ, ഓരോ കൂട്ടർ കയറുമ്പോഴും അതിന്റെ അടുത്ത കൂട്ടരെ അവർ ശപിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ ഇദ ദാറകൂ ഫീഹാ ജമീഅൻ ഖാലത് ഉഖ്റാഹും ലിഊലാഹും റബ്ബനാ ഹൗലാഇ അദല്ലൂനാ ഫആതിഹിം അദാബൻ ദഇഫ മിനൻ നാർ. റബ്ബേ, ഇവരാണ് ഞങ്ങളെ പയപ്പിച്ചത്. ഒരു കൂട്ടർ മറ്റവരെ പറ്റി പറയും, ഇവരാണ് ഞങ്ങളെ പയപ്പിച്ചത്, അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് പറയും. ഉറ്റമിത്രങ്ങൾ ഉണ്ടെങ്കിൽ അവർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്തായി എന്നുള്ളതല്ല, അവിടെ പരസ്പരം എല്ലാ രീതിയിലും ശപിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. ഇനി നരകാവകാശികളുടെ ശ്വാസോച്ഛ്വാസമുണ്ട്, അവരുടെ ശ്വാസോച്ഛ്വാസം. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൗ കാന ഫീ ഹാദൽ മസ്ജിദ് 100,000 ഔ യസീദൂൻ, ഈ മസ്ജിദിൽ 100,000 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. വഫീഹി റജുലുൻ മിൻ അഹ്ലിൻ നാർ, അങ്ങനെ അതിൽ നരകത്തിൽ കിടക്കുന്ന ഒരാൾ അവിടെ ആ കൂട്ടത്തിലുണ്ട്. ഫതനഫസ്, അഥവാ നരകത്തിൽ കിടന്നിട്ടുള്ള ഒരാൾ ആ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ അയാളുണ്ട് എങ്കിൽ ഫതനഫസ ഫഅസാബഹും നഫസഹു, അവനൊന്ന് ശ്വസിച്ചു, അവനിങ്ങനെ ശ്വാസം വിട്ടു കഴിഞ്ഞാൽ ആ ശ്വാസോച്ഛ്വാസം ആളുകളുടെ മേലെ തട്ടിയിട്ട് ലഹ്തറകൽ മസ്ജിദ വമൻ ഫീഹി, ഈ മസ്ജിദും അത്രത്തോളം ആളുകൾ മൊത്തം കരിഞ്ഞു പോകും, കത്തിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നരകത്തിലെ ഒരാളുടെ ഒരു ശ്വാസോച്ഛ്വാസം കൊണ്ട് 100,000 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും അത് ബാധിക്കുന്ന രീതിയിൽ അത്രത്തോളം ഗൗരവത്തിലാണ് അവിടെ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി അതുപോലെ തന്നെ നരകത്തിൽ പാമ്പുകളും തേളുകളും പോലെയുള്ള ജീവികൾ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രാണികൾ ഉണ്ടാകും, തേനീച്ച ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുബാബു കുല്ലുഹു ഫിന്നാർ, എല്ലാവിധ പ്രാണികളും എല്ലാം നരകത്തിലുണ്ടാകും, ഇല്ല നഹൽ, തേനീച്ച ഒഴികെ. അതുപോലെ തന്നെ പാമ്പുകൾ ഇവിടുത്തെ പാമ്പുകളുടെ കോലത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഫിന്നാരി ഹയ്യാത്ത്, നരകത്തിൽ ചില പാമ്പുകളുണ്ട്, കംസാരി അഅനാഖിൽ ബുഖ്ത്, ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ആ വലുപ്പത്തിലും അതുപോലെയുള്ള പാമ്പുകൾ. തൽസഉ ഇഹ്ദാഹുന്ന ലസ്അ ഫയജിദു ഹമൂതഹാ 40 ഖരീഫ, അതൊന്ന് കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ബുദ്ധിമുട്ട്, അതുകൊണ്ടുണ്ടാവുന്ന വേദനയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും 40 വർഷത്തോളം നിൽക്കും.
അതുപോലെ തന്നെ നരകത്തിൽ തേളുകളുണ്ട്. അത് കോവർ കഴുതുകളെ പോലെ അത്ര വലുപ്പത്തിലുള്ള തേളുകളുണ്ട്. അതിന്റെ ഒരു കടിയേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ 40 വർഷത്തോളം അതിന്റെ ആ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് കാണാം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നലി ജഹന്നമ ലിജുബാബൻ, നരകത്തിൽ ചില കുഴികളുണ്ട്, പൊട്ടക്കിണറുകൾ പോലെ. അതിന്റെ അകത്ത് ഒരുപാട് ജന്തുക്കളും എല്ലാം ഉണ്ടാകും. അതിന്റെ പുറത്താണെങ്കിലോ കടലിന്റെ തിര പോലെ തീരമുണ്ടാകും. ആ തീരത്ത് ധാരാളം ഈ പറഞ്ഞ പോലെ പാമ്പുകളും തേളുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ കുഴിയിൽ കടന്നിങ്ങനെ അനുഭവിച്ച് ഒന്ന് ശിക്ഷ കുറച്ചു തരാൻ വേണ്ടി അവർ ആവശ്യപ്പെടുമ്പോ അവരോട് പറയും, നിങ്ങൾ കേറിയിട്ട് ഈ തീരത്തേക്ക് പോയിക്കോ എന്ന് പറയും. തീരത്തേക്ക് പോയി കഴിഞ്ഞാലോ ഈ പാമ്പുകളും അതുപോലെ എല്ലാ പ്രാണികളും കീടങ്ങളും അതുപോലെ തേളും ഇതെല്ലാം അവരെ ബാധിക്കും. അങ്ങനെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റായിട്ട് തിരിച്ച് അതിലേക്ക് തന്നെ വന്നു വീഴും. അങ്ങനെ അവരുടെ ബാധിച്ച ആ കീടങ്ങളുടെയും പ്രാണികളുടെയൊക്കെ ഉപദ്രവം കൊണ്ട് അവര് ശരീരത്തിൽ ചൊറിഞ്ഞു തുടങ്ങിയിട്ട് അവരുടെ മാംസം പോയി എല്ല് വെളിവാകുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ ആ എല്ല് വെളിവാകുന്ന അവസ്ഥയിൽ അവരോട് ചോദിക്കും, യാ ഫുലാൻ ഹൽ യുദീക ഹാദാ, മനുഷ്യ നിനക്ക് ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ ചോദിക്കും. ഫയഖൂൽ നഅം, അതേ എന്ന് പറയും. ഫയുഖാലു ലഹു, അവനോട് പറയപ്പെടും, ദാലിക ബിമാ കുൻത തുഅ്ദിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നീ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിലാക്കിയത് കൊണ്ട് നീ അനുഭവിക്കുന്നതാണിത് എന്ന് അവനോട് പറയും. അങ്ങനെ പലതരത്തിലുള്ള ശിക്ഷകൾ നരകത്തിലുണ്ട്. അതുപോലെ മഖാമി മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ടുള്ള അടിയും അതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നരകത്തിലുണ്ടാകും. നരകത്തിൽ വേറെ ധാരാളം വ്യത്യസ്ത ശിക്ഷകളുണ്ട്. അതിൽ ചിലതാണ് വയറ്റിലെ കാര്യങ്ങളെല്ലാം പുറത്ത് ഇട്ട് ചക്കിൽ കറങ്ങുന്നത് പോലെ, മൃഗങ്ങൾ കറങ്ങുന്ന പോലെ കറങ്ങുന്ന അവസ്ഥ. അതുപോലെ തന്നെ ആത്മഹത്യക്ക് ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് അതേപോലെ തന്നെയുള്ള അവസ്ഥ. വിഷം കുടിച്ചവന് തീന്റെ വിഷം, ചാടി മരിച്ചവന് അതുപോലെയുള്ളത്, അങ്ങനെയുള്ള അവസ്ഥകൾ. അങ്ങനെ ധാരാളം ശിക്ഷകൾ നരകത്തിൽ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നരകത്തിലൊരു പ്രത്യേകത, ഒരേ ശിക്ഷകൾ എന്നല്ല, വ്യത്യസ്ത ശിക്ഷകൾ മാറി വരും. അല്ലാഹു തആല പറഞ്ഞ വാക്ക് എന്താണ്? വആഖറു മിൻ ശക്ലിഹി അസ്വാജ്. ഇതുപോലെയൊക്കെ വ്യത്യസ്ത ശിക്ഷകൾ നരകത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് നിന്ദ്യത, ഈ ശിക്ഷകൾ ഉണ്ടാകുന്നത് പോലെ തന്നെ വളരെയധികം നിന്ദ്യതയായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഒരു വിലയില്ലാത്ത നിന്ദ്യത തോന്നുന്ന അവസ്ഥയുണ്ടല്ലോ, അതാണ് ഉണ്ടാവുക. അതുപോലെ നരകത്തിൽ കരയുന്ന അവസ്ഥ ഉണ്ടാകും, കരച്ചിലുണ്ടാകും നരകത്തിൽ. അല്ലാഹു തആല സൂറത്ത് തൗബയിൽ പറയാണ്, ഫൽയദ്ഹകൂ ഖലീല വൽയബ്കൂ കസീറ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങൾ ചിരിച്ചുകൊള്ളൂ കുറച്ച്, നിങ്ങൾക്ക് ഒരുപാട് കരയാനുണ്ട് നിങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട്. അബൂ മൂസ അൽ-അശ്അരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹ്ലൻ നാരി ലയബ്കൂൻ, നരകാവകാശികൾ കരയും. ഹത്താ ലൗ ഉജ്രിയത്തി സിഫനു ഫീ ദുമൂഇഹിം ലജറത്, അങ്ങനെ അവരുടെ കണ്ണീരിൽ ഒരു കപ്പൽ ഒഴുക്കാൻ പറ്റുന്ന അത്ര കണ്ണീര് അവർ കരഞ്ഞു തീർക്കും. വഇന്നഹും ലയബ്കൂന ദം, അങ്ങനെ കരഞ്ഞ് രക്തം കണ്ണീരായി ഒഴുകുന്ന അവസ്ഥയുണ്ടാകും. അവര് കണ്ണീര് മാറിയിട്ട് രക്തം കണ്ണീരായി ഒഴുക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇനി അവരുടെ ശിക്ഷയുടെ, നരകത്തിന്റെ ശിക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരിക്കലും കുറയൂല. നമ്മൾ സാധാരണ ഒരു കാര്യം എന്താ ഉണ്ടാവുക, കുറെ അനുഭവിച്ചു കഴിഞ്ഞാൽ കുറയുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ദുനിയാവിൽ തന്നെ നമുക്ക് രോഗം കൊണ്ടൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് മാറി കുറയുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു പോയിട്ടൊരു അവസാനം ഉണ്ടാവും എന്ന് വിചാരിക്കും. ഇത് രണ്ടും നരകത്തിൽ ഉണ്ടാവില്ല. ദുനിയാവിൽ വേദന സൃഷ്ടിച്ച അള്ളനെ ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്, ദുനിയാവിൽ തീ സൃഷ്ടിച്ച അള്ളനെയാണ് ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ദുനിയാവിൽ പാമ്പിനെയും തേളിനെയും വന്യമൃഗങ്ങളെയും നമ്മൾ ഭയപ്പെടുന്ന പലതെയും സൃഷ്ടിച്ച അള്ളനെയാണ് ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ദുനിയാവിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഒന്നെങ്കിൽ ഇത് കുറയുന്ന പ്രതീക്ഷിക്കാം, മാറുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയോ ബുദ്ധിമുട്ടോ മരണത്തോടുകൂടി അവസാനിക്കുന്നു വിചാരിക്കാം. നരകത്തിൽ ഇത് രണ്ടുമില്ല, കുറയൂല, മരണവും ഉണ്ടാവില്ല, കൂടുക മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല പറയാണ് സൂറത്ത് ഫാത്തിറിൽ, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, കുഫാറുകൾക്ക് അവർക്ക് നരകമുണ്ട്. ലാ യുഖ്വാ അലൈഹിം ഫയമൂതു, അവരുടെ മേലെ മരണം നടപ്പിലാവൂല, ഒരു തീരുമാനം അവസാനിക്കുന്ന അവസ്ഥ ഉണ്ട്, അവർക്ക് മരിക്കായിരുന്നു. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ ശിക്ഷ അവർക്ക് കുറയൂല. കദാലിക നജ്സി കുല്ല കഫൂർ, ഇങ്ങനെയാണ് എല്ലാ നിഷേധികൾക്കും അല്ലാഹു പ്രതിഫലം നൽകുന്നത്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പറയാണ്, വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, സുബ്ഹാനല്ലാഹ്, നരകാവകാശികളുടെ അവസ്ഥയാണ്. അവരുടെ എല്ലാ ഭാഗത്തുനിന്നും അവരിലേക്ക് മരണം വന്നുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് മരണം വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അവർക്ക് മരണം വന്നുകൊണ്ടേയിരിക്കുകയാണ്, ആ പേടി എപ്പോഴും ഉണ്ടാവും. വമാ ഹുവ ബിമയ്യിത്തിൻ വമിൻ വറാഇഹി അദാബുൻ ഖലീൽ. മരണം വന്നു കഴിഞ്ഞാൽ അത് മരിക്കല്ല, അതിനുശേഷം വീണ്ടും കടുപ്പമേറിയ ശിക്ഷയാണ് അവരുടെ പിന്നിൽ, ആ മരണത്തിന്റെ പിന്നിലൊക്കെ വരുന്നുണ്ടാവുക. ഈ ഒരു അവസ്ഥ ഉണ്ടാവുക നരകത്തിൽ, ഈ ഒരു അവസ്ഥയാണ് നരകത്തിൽ ഉണ്ടാവുക എന്ന് പറയാം. പിന്നെ ഇത് കൂടുതൽ തന്നെ ഉള്ളൂ. സൂറത്ത് നബയിൽ അല്ലാഹു പറയാണ്, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. നിങ്ങൾ അനുഭവിച്ചോളി, നിങ്ങൾ അനുഭവിച്ചോളി, ഇത് കൂടുതലല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അവരവിടെ കിടന്ന് മുറവിളി കൂട്ടുന്നതാണ്. നരകാവകാശികൾ ആ നരകത്തിൽ കടന്നുകൊണ്ട് മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. വഹും യസ്തരിഖൂന ഫീഹാ. സൂറത്ത് ഫാത്തിർ അല്ലാഹു പറയാ, അവരവിടെ കിടന്ന് മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്താ മുറവിളി കൂട്ടണ്, എന്താ നിലവിളിക്കുന്നത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. റബ്ബേ, ഞങ്ങളൊന്ന് പുറത്താക്കണതെന്ന്, ഞങ്ങൾ ചെയ്യാതിരുന്ന സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അല്ലാഹു മറുപടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും അത് ആയുസ് തന്നിട്ട്, ഇത്രയും താക്കീതുകാർ വന്നിട്ട്, ഇത്രയും ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്തേ സാധിച്ചില്ലേ? ഇപ്പോഴാണോ? ഒരിക്കലുമില്ല, ഒരിക്കലും ഇനിയൊരു അവസരം ഉണ്ടാകില്ല. അവരാ നിലവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. അവർ സഹായം തേടുന്ന ഒരു അവസ്ഥയുണ്ട്, നരകത്ത് കടന്നുകൊണ്ട് സഹായം തേടുന്ന അവസ്ഥ. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറയാൻ, വയസ്തഗീസു യുഗാസു. അവര് വെള്ളത്തിന് വേണ്ടി തേടും, അവര് വെള്ളത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ട് തേടും. അപ്പൊ അവർക്ക് കൊടുക്കുന്ന എന്താണ്? ബിമാഇകൽ മുഹ്ലി യശ്വിൽ വുജൂഹ് ബിഅസ ശറാബ് വസാഅത് മുർതഫഖ. നേരത്തെ പറഞ്ഞു, തിളച്ച് എണ്ണ, കറുത്ത എണ്ണ, അത് അതിന്റെ മുഖത്ത് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ മുഖത്തെ തൊലികൾ ഉരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ. എന്നിട്ട് അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അസർ കാണാം, ഇന്ന അഹ്ലൻ നാരി ലയദ്ഊന മാലികൻ. നരകത്തിന്റെ കാവൽക്കാരനാണ് ആര്? മാലിക് എന്നുള്ള മലക്ക്. നരകത്തിൽ കിടക്കുന്ന ആളുകൾ കുറെ അനുഭവിച്ചിട്ട് ഈ മാലിക്കിനെ കണ്ടാൽ തന്നെ പേടിയാവുന്ന രൂപമാണ്. മാലിക്കിനോട് പറയും, യാ മാലിക് ലിയഖ്ദി അലൈന റബ്ബുക്. സൂറത്തുൽ സുഖ്റൂഫിലെ ആയത്താണ് 77. മാലിക് ഒന്ന് അള്ളാഹിനോട് പറയണം, ഞങ്ങളുടെ മേലൊരു വിധി കൽപ്പിക്കുക, ഞങ്ങളൊന്ന് മരിപ്പിച്ച് കിട്ടിയാൽ മതി, അതിനൊന്ന് പറയണമെന്ന് പറയും. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫലാ യുജീബുഹും 40 ആമൻ. 40 വർഷം അവരിത് പറഞ്ഞുകൊണ്ടിരിക്കും. മാലിക്കൊന്നും മറുപടി പറയില്ല, മാലിക്കൊന്നും മറുപടി പറയില്ല. എന്നിട്ട് അവസാനം 40 വർഷത്തിന് ശേഷം പറയും, ഇന്നകും മാകിസൂൻ. ഇല്ല, നിങ്ങൾ ഇവിടെ തന്നെ കിടക്കണം, നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് സ്ഥിരതാമസം എന്ന് പറയും. വീണ്ടും പറയും, സുമ്മ യദ്ഊന റബ്ബഹും ഫയഖൂലൂൻ. പിന്നെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയും, റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. ഞങ്ങൾക്ക് ഈ ദുരിതം കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ റബ്ബേ, ഞങ്ങൾ പഴച്ചവരായിപ്പോയി. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഇനി ഞങ്ങൾ പഴയ പോലെ ആകാണെങ്കിൽ ഞങ്ങൾ ശരിക്കും അക്രമികൾ തന്നെയാണ്, ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും, പുറത്തേക്ക് കൊണ്ടുവരണം പറയും. ഫലാ യുജീബുഹും ദുനിയ. ദുനിയാവിൽ അവർ അള്ളാഹ്ക്ക് ഉത്തരം കൊടുത്തിട്ടില്ല, അതുപോലെ അവരോടൊന്നും അള്ളാഹു മറുപടി അറിയില്ല. അള്ളാഹ് പറയുന്ന വാക്കെന്താ അറിയോ? ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. നിങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ചോളി, നിങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ചോളി, എന്നോടൊന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മറുപടി പറയും. സുമ്മ യഇസൽ ഖൗം. അതോടുകൂടി അവർക്ക് നിരാശയാവും. മാലിക്കിനോട് പറഞ്ഞു, നടന്നില്ല. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു അവിടെ കിടന്നോളിയും, നിങ്ങൾ ഇന്നോടൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയും. അവരവര് നിരാശയിലാകും. ഫമാ ഹുവ ഇല്ല സഫീർ വശഹീഖ് തശബ്ബഹ അസ്വാതുഹും അസ്വാതുൽ ഹമീർ അവ്വലുഹാ ഷഹീഖൻ വആഖിറുഹാ സഫീർ. കഴുത കരയുന്നത് പോലെ ആദ്യം ചെറിയ ശബ്ദത്തിലായി, പിന്നെ അവസാനത്തിൽ നിലവിളി കൂട്ടുന്ന അവസ്ഥയിൽ കഴുതകൾ കരയുന്ന പോലെ അവരവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടേ ഇരിക്കും. ഇതാണ് നരകത്തിലെ അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അല്ലാഹു തആല പറയുകയും ചെയ്തതാണ്, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും കൊണ്ട് ആ നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളായി പോകാതിരിക്കാൻ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്? ഈ കുറഞ്ഞ ദുനിയാവിൽ നമ്മളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിലൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ മുമ്പ് കേട്ടതുപോലെ സ്വർഗം നമുക്ക് ലഭിക്കും. അതല്ല, ദുനിയാവിന്റെ ആളുകൾ ആസ്വദിക്കുന്ന തെമ്മാടിത്തരങ്ങളും ഹറാമുകളും കണ്ട് അവരുടെ ദുനിയാവിന്റെ ജീവിതം കണ്ട് അതിനു പിന്നാലെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അവരും മരിക്കും, നമ്മളും മരിക്കും. എന്തായാലും മരണം ഉറപ്പാണ്. പിന്നെയുള്ളത് ഈ ഒരു അവസ്ഥയിൽ 2 കൂട്ടരാണ് നാളെ പരലോകത്തുണ്ടാവുക.
സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക്. അതുകൊണ്ട് ഇത്രയും ഭയാനകമായിട്ടുള്ള ഈ ഒരു അവസ്ഥ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിരിക്കെ, ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിരിക്കെ, അതിൽ നിന്ന് അകപ്പെടാതെ രക്ഷപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അതിന് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയും വിരോധങ്ങൾ ഒഴിവാക്കുകയും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുക. അല്ലാഹു തആല ഈ ഒരു ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും അല്ലാഹു സത്യവിശ്വാസികളെയും എല്ലാം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.